ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇപ്പം ഞാൻ ഇന്ന് പൗഡർ വെച്ചിട്ട് ചെയ്യുന്നൊരു ടിപ്സാണ് കാണിക്കുന്നത്. നമ്മൾക്ക് എക്സ്പയറി ഒക്കെ ആയ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ ഉപയോഗിക്കാത്ത പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സായാലും ഷൂകൾ വീടൊക്കെ നമുക്ക് നല്ല സുഗന്ധമായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് അത്തറാണ്. അപ്പോൾ നമ്മളുടെ കുപ്പികളിലൊക്കെ ബാക്കി ഉണ്ടാവുന്ന അത്തർ നമുക്ക് 2-3 തുള്ളി നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇനിയിപ്പോൾ അത്തർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സ്പ്രേ ഉണ്ടെങ്കിൽ അതായാലും നമ്മൾക്ക് കുപ്പിയിലേക്ക് ഒരു 2-3 സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുലുക്കി മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2-3 തുള്ളി അത്തറും ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സ്മെല്ലായിരിക്കും. ഇതേപോലെ നമ്മൾക്ക് സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 2-3 സ്പ്രേ നമുക്ക് ഇതിലേക്ക് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴും എന്തായാലും നമ്മുടെ വീടൊക്കെ നല്ല സുഗന്ധമായിരിക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഷൂകൾ, ചെരുപ്പുകൾ, കുട്ടികളുടെ ബാഗ്, അതേപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സ് എല്ലാം നമുക്ക് നല്ല സ്മെല്ലായിട്ടിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കുലുക്കി കൊടുക്കണം. ഇനി ഞാനൊരു ഷൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന ഷൂകളൊക്കെ എങ്ങനെ നമ്മൾ കഴുകി തുടച്ച് വെച്ചാലും ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും. പിന്നെ ഡെയിലിയൊക്കെ യൂസ് ചെയ്യുന്നതാകുമ്പോൾ കുട്ടികളതായാലും നമ്മളതായാലും എന്തായാലും അത് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഇല്ലായ്കയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് നന്നായിട്ട് അതിലേക്ക് ഇത് സ്പ്രേ ചെയ്തിട്ട് ഒരു ടിഷ്യോ അതല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ തുടച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനൊക്കെ നല്ല സ്മെല്ലും ഉണ്ടാവും. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. പലർക്കും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, നമ്മളുടെ ഷൂകളൊക്കെ ഭയങ്കരമായിട്ട് സ്മെല്ലടിക്കാറുണ്ട്. അപ്പോൾ നമ്മളും അതുപോലെ പുറത്ത് പോകുമ്പോൾ മറ്റുള്ളവരും അങ്ങനെയല്ല നമുക്ക് ചിന്തിക്കുക. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഞാൻ നന്നായിട്ട് തുടച്ചെടുക്കാറാണ് പതിവ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ഷൂകളൊക്കെ നമുക്ക് എപ്പോഴും വൃത്തിയാക്കി എടുക്കാനൊക്കെ നല്ല പാടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വള്ളിയും എല്ലാ ഭാഗത്തേക്കും നമുക്ക് നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തുടച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്. നമുക്ക് വീട്ടിലൊക്കെ ഷൂകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. വീടിൻ്റെ അകത്തൊക്കെയാണ് ചിലർ വെക്കുക. ഞങ്ങളൊക്കെ വീടിൻ്റെ അകത്ത് തന്നെ വെക്കാറുള്ളൂ. അതേപോലെ നമ്മൾക്ക് ഈ സോഫയിലും നമ്മൾക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. എപ്പോഴും നല്ല ഫ്രഷ്നെസ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് സോഫയിലൊക്കെ നന്നായിട്ട് നമുക്ക് അടിച്ചു കൊടുത്ത് ഒന്ന് വേണമെങ്കിൽ ഒരു തുണി വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ച് കൊടുക്കാം. അപ്പോഴും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും നമ്മളുടെ റൂമിലൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാത്തിലും ഞാൻ നന്നായിട്ട് സ്പ്രേ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മൾ ഉപയോഗിക്കാത്ത വീട്ടിലൊക്കെ ആയാലും നല്ല സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ നമ്മളുടെ കർട്ടൻ തുണിയിലൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ എപ്പോഴും പിടിച്ചിട്ട് ഈ അലർജിയുടെ പ്രോബ്ലമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് ഇതിൽ പൊടി ഉണ്ടായിട്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ നമുക്ക് ഈ കർട്ടനൊക്കെ ഒന്ന് നമുക്ക് തുടച്ചെടുക്കണമെങ്കിലും ഇതിലെ പൊടിയൊക്കെ നമ്മൾക്ക് പോയി കിട്ടും. നമുക്കിങ്ങനെ ഡെയിലി ചെയ്താലും നമ്മളുടെ കർട്ടനൊക്കെ ഡെയിലി ചെയ്യുമ്പോൾ പിന്നെ ആ സ്മെല്ലൊക്കെ എപ്പോഴും അതിലുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് എല്ലാത്തിലും നമ്മൾക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ നമ്മൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ തേച്ചെടുക്കുമ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ്നെസ്സും ഉണ്ടാവും. നന്നായിട്ട് നമുക്ക് തേച്ചെടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് ഫീൽ ചെയ്യും. സ്കൂളിലൊക്കെ പോകുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും കുട്ടികളൊക്കെ.
ഏറ്റവും നമ്മളുടെ മനസ്സിന് ഉണർവ് കിട്ടുന്നതാണ് സുഗന്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സിലും വീട്ടിലും അതേപോലെ ഷൂവും എല്ലാം നമുക്ക് നല്ല സ്മെല്ലായി കഴിയുമ്പോൾ തന്നെ നല്ല ഹാപ്പിനെസ്സാണ് നമുക്ക്. അപ്പോൾ ഈ വക പൗഡർ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ എടുത്ത് കളയാതെ ഇതേപോലെയൊക്കെ നമ്മൾക്ക് ഈ ടിപ്സുകളൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് നല്ല ഫ്രഷ്നെസ്സോടു കൂടി നമുക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ കിടക്കുന്ന ബെഡിലൊക്കെ ഇത് തന്നെ നമ്മൾക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു തുണി വെച്ച് നമുക്ക് ഇതുപോലെ തുടച്ചെടുക്കുകയാണെങ്കിലും നല്ല സ്മെല്ലും നല്ല ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും. അപ്പം നമ്മളുടെ വീട്ടിലുള്ള സിമ്പിൾ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മളുടെ എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷ്നെസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.